എനിക്ക് ഒരു മോനിപ്പോ കിട്ടിയത്. എനിക്കൊരു മോളുണ്ട്. എന്റെ മോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു ആൺകുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പൊ കിട്ടിയതാണ്. 2 മണിക്കൂർ സമയത്തേക്ക് കുറച്ചൊരു സന്തോഷം. ഞാനിതുവരെ ഒരാളെ വീട്ടില് കൈ നീട്ടിട്ടില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെങ്കിൽ എനിക്കത് എങ്ങനെ പറയേണ്ടത് അറിയത്തില്ല. കഴിയുന്നവര് സഹായിക്കുവാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ അറിയിച്ചു കഴിഞ്ഞാൽ സിസേറിയൻ കഴിഞ്ഞാൽ മാത്രല്ല, തീരെ ഒരു ധൈര്യമില്ലാത്തൊരു കുട്ടി കൂടിയാണ് എന്റെ വൈഫ്. അവൾക്ക് സഹിക്കാൻ പറ്റൂല അത്. കാരണം അവള് എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു ആൺകുഞ്ഞ് വേണമെന്നുള്ളത്. അവളെ അറിയിച്ചിട്ടില്ല. അപ്പൊ ഇത് പഠിച്ചവൻ എന്റെ കൂടെ ഉണ്ട്. നിങ്ങളും സഹായിക്കണം. എനിക്ക് എന്റെ മോനെ എനിക്കൊക്കെ അതുപോലെ നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏകദേശം അർദ്ധരാത്രി 2 മണിക്കാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോ സംസാരിക്കുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചിയിലുള്ള ആസ്റ്റർ മിഡി ഹോസ്പിറ്റലാണ്. പ്രിയപ്പെട്ടവരെ, നിസാം എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ടവന്റെ സങ്കടം നമ്മൾ കണ്ടില്ലേ. ഇന്ന് രാവിലെ ഇവന്റെ ഭാര്യ പ്രസവിച്ച നിമിഷം മുതൽ വളരെ സന്തോഷമായിട്ടുള്ള ഇവരെ നമ്മളെ സുഹൃത്തും കൂടിയാണ്. എന്റെ ഭാര്യ പ്രസവിച്ചു, അൽഹംദുലില്ലാഹ് ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് എന്റെ സുഹൃത്ത് നിഷാദ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോ വലിയ സന്തോഷം. പക്ഷെ 2 മണിക്കൂർ മാത്രമാണ് ആ സന്തോഷത്തിന് ആയുസ് ഉണ്ടായുള്ളൂ. നിസാമിന്റെ ഭാര്യ സർജറി ആയിരുന്നു. എന്നാലും വളരെ ആഹത്തായിട്ടൊരു പൊന്നുമോനെ റബ്ബ് നൽകി. പക്ഷെ 2 മണിക്കൂറിനിപ്പുറം ഇവിടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സങ്കടകരമായി മാറി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഓടിയെത്തി. രാവിലെ മുതൽ ഞങ്ങൾ ഇവിടെ ഓടിയെത്തിയതാണ്. ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് ഞങ്ങൾ മാക്സിമം റിക്വസ്റ്റ് ചെയ്തു, എങ്ങനെയെങ്കിലും ഒരു ചെറിയ കുഞ്ഞല്ലേ, നിങ്ങൾ ഹൃദയത്തിലോ ബാല്യത്തിലോ താലോലത്തിലോ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പൊന്നുമോന്റെ സർജറി നിങ്ങൾ നടത്താമോ എന്ന് ചോദിച്ചപ്പോ ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചത് അങ്ങനെ ഒരു സംവിധാനം ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഇല്ല. എമർജൻസി ആയിട്ട് നിങ്ങൾ ഏകദേശം 12 ലക്ഷം രൂപ നാളെ രാവിലെ അടച്ചാൽ മാത്രമേ ഈ കുഞ്ഞിന്റെ സർജറി നടക്കുകയുള്ളൂ എന്നാണ് ഈ ഹോസ്പിറ്റലിൽ അറിയിച്ചിട്ടുള്ളത്. സാധാരണ അന്നത്തെ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന പ്രിയപ്പെട്ടവരാണ്. ഈ 12 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സ്വപ്നമായി മാറും. എങ്ങനെയെങ്കിലും ആ പിഞ്ചോളുടെ മുഖം നിങ്ങൾ കണ്ടില്ലേ, എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയണ്ടായി ഒരു മക്കളില്ലാത്തവരൊക്കെ അതിന്റെ വിഷമം അറിയുള്ളൂ എന്ന്. നമ്മളൊക്കെ ഒന്ന് ആത്മാർത്ഥമായി കഴിവിന്റെ പരമാവധി ഒന്ന് സഹായിച്ചാല് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ പ്രിയപ്പെട്ടവന്റെ പൊന്നുമോന്റെ സർജറി നടക്കും. പ്രിയപ്പെട്ടവരെ, പല തുള്ളി പെരുവെള്ളം പോലെ ഇത് നമ്മുടെ കയ്യിലുള്ളത് എത്രയാണോ അത്ര നമ്മൾ ഈ പൊന്നുമോന്റെ ജീവന് വേണ്ടി സഹായിക്കണം. അസ്സലാമു അലൈക്കും. ഞാൻ നിഷാദ് വട്ടർമാലാണ്. നമ്മള് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ 2 പേരാണ് ഈ നിൽക്കുന്നത്, നിസാം നിസാർ. ഈ രാത്രിയിൽ ഞങ്ങളിവിടെ ഓടിയെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മള് സഹായിക്കില്ലെങ്കിൽ പിന്നെ എന്തിട്ടാണ് അല്ലെ, അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായം 100 ആയാലും 50 ആയാലും 500 ആയാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് നമ്മുടെ സുഹൃത്തിന്റെ അമ്മോന്റെ ആ ഒരു ഓപ്പറേഷൻ നടത്താനായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു സംഖ്യ, ഈ 12 ലക്ഷം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രീതിയിൽ തന്നെ എല്ലാവരും സ്വരുക്കൂട്ടിയിട്ട് ഈ ഒരു ഫണ്ട് എത്രയും വേഗം തന്നെ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഇതാണ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന് പടച്ചവന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.